വേദന കടിച്ചമർത്തിക്കൊണ്ട് നിലത്തേക്കിരുന്ന് അടിവയറ്റിൽ കൈ ചേർത്ത് ചുരുണ്ടുകൂടിയ അവളെ അയാൾ ഒന്നുകൂടി ആഞ്ഞു തൊഴിച്ചു. ആ ചവിട്ടിൽ തുടപറ്റി ഒഴുകിയ ചോരത്തുള്ളികൾക്കൊപ്പം അവൾ ബോധമറ്റ് കിടക്കുമ്പോൾ അയാൾ ചിരിക്കുകയായിരുന്നു. ഒരു കൊലച്ചിരി. കണ്ടവന്റെ കുഞ്ഞിനെയും കൊണ്ട് നിന്നെയും ചുമന്ന് ഊറിത്തുടങ്ങിയതിന്റെ പിതൃത്വവും താങ്ങി ജീവിക്കണ്ട എനിക്ക്. പേരിനൊപ്പം എന്റെ പിതൃത്വം ചേർത്ത് വയ്ക്കാൻ അങ്ങനെ ഒരു കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കണ്ട. അതുപോലെ നിന്നെപ്പോലെ കണ്ടവന്റെ ഗർഭം പേറിയ ഒരു പെണ്ണും മലിനമായ മനസ്സുമായി ഈ മണ്ണിൽ ജീവിക്കാൻ യോഗ്യയല്ല. അയാൾ ഒന്നുകൂടി അവളുടെ അടിനാഭി നോക്കി കാല് വീശുമ്പോൾ അവളിൽ ചെറിയൊരു ഞരക്കം മാത്രമായിരുന്നു അവശേഷിപ്പ്. തുള്ളിയിൽ നിന്ന് ധാരയായി മാറിയ ചുവപ്പ് രേണുക്കൾ നിലം പടരുമ്പോൾ നിശ്ചലമായ ശരീരത്തെ വെറുപ്പോടെ അയാൾ ഒന്നുകൂടി നോക്കി. നിശ്വാസത്തിന്റെ ഒരു നേർത്ത വിറയൽ മാത്രം അവൾ മരിച്ചില്ലെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ കപം കെട്ടിയ ചുമയ്ക്കൊപ്പം അവന്റെ വായിൽ നിന്ന് വന്ന പുഴുത്ത വാക്കുകൾ ആ മുറിക്ക് നേരെ കാർക്കിച്ചു തുപ്പുന്നുണ്ടായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിനു മുന്നിൽ 17-ാം വയസ്സിൽ പരിണയം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ ജീവിതത്തെക്കുറിച്ച് ഒന്നുമറിയാത്ത കുളിതെറ്റിയതുകൊണ്ട് മാത്രം വലിയ പെണ്ണായ ഒരു കുട്ടിയായിരുന്നു ഗായത്രി. ശരീരം വളർച്ചയെ കാണിക്കുമ്പോഴും മനസ്സ് അപ്പോഴും തൊടിയിലെ പൂമ്പാറ്റകൾക്കൊപ്പവും കല്ലുവെട്ട് കുഴിയിലെ പരൽമീനുകൾക്കൊപ്പവും ഓടുന്ന വെറുമൊരു പെണ്ണ്. പിച്ചവെച്ച വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നട്ട ആ രാത്രി കൂടെ കിടക്കുന്നവന്റെ കൈകളുടെ സഞ്ചാരത്താൽ ഇക്കിളിപ്പെട്ട് ചിരിക്കുന്ന ഗായത്രിക്ക് എന്തറിയാൻ അവൾ പെണ്ണെന്ന പൂർണ്ണതയിലേക്കുള്ള യാത്രയിലാണെന്ന്. രാത്രി നീറ്റൽ സഹിക്കാൻ കഴിയാതെ കരയുമ്പോൾ മുറിപ്പെട്ട നീറ്റലിൽ പണ്ട് അമ്മ ആശ്വാസത്തിനായി പുരട്ടിത്തരാറുള്ള വെളിച്ചെണ്ണയിൽ അഭയം തേടുമ്പോൾ അവൾക്കപ്പോഴും അറിയില്ലായിരുന്നു ഇനിമുതൽ താനൊരു കന്യകയല്ലെന്ന്. ഇന്നലെയുടെ നിഷ്കളങ്കമായ ബാല്യത്തിൽ നിന്ന് ഇന്നിന്റെ പൂർണ്ണതയിലെത്തിയ പെണ്ണിലേക്കുള്ള യാത്രയായിരുന്നു അതെന്ന്. അമ്മയോട് മാത്രം ആ വേദനയെ വാക്കുകളാൽ വർണ്ണിക്കുമ്പോൾ അമ്മ മുടിയിഴകൾ കോതിയൊതുക്കിക്കൊണ്ട് പറയുമായിരുന്നു, മോളിപ്പോ പഴയ കുട്ടിയല്ല, മുതിർന്ന പെണ്ണാണ്. ചെന്നുകേറിയ വീട്ടിലാണ് ഇനി മോളുടെ സ്വർഗം. സഹനം എന്ന വാക്കിന് പെണ്ണെന്ന അർത്ഥമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പെണ്ണിനേ കഴിയൂ. അമ്മ പറയുന്നതിന്റെ പൊരുളൊന്നും അവൾക്ക് മനസ്സിലായില്ല എങ്കിലും ഒന്നുമാത്രം അവൾക്ക് മനസ്സിലായി, ഇനി ഈ വീട് തനിക്ക് അന്യമാണെന്ന്. ഒരു ഉടമ്പടിയിൽ താനും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞു വന്നവർ കഴുത്തിലിടാനുള്ള പൊന്നും പണവും ഇങ്ങോട്ട് തന്നപ്പോൾ ചെക്കന്റെ കുറവുകൾക്ക് മുന്നിൽ തിളങ്ങുന്ന പൊൻതിളക്കം മകളുടെ ഭാഗ്യമായി കരുതിയ നാട്ടിൻപുറത്തുകാരനായ അച്ഛന്റെ മുഖത്ത് സന്തോഷം മാത്രമായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്ത മകളെ കുരുതി കൊടുക്കുകയാണെന്ന് മാത്രം ആ പാവം അറിഞ്ഞില്ല. പനി പിടിച്ചു കിടന്ന നാളുകളിൽ ഭർത്താവിന്റെ അനിയനായ ഗിരിയുടെ സ്നേഹമായിരുന്നു കൂട്ടിരുന്നത്. ഏട്ടത്തിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കാണണമെന്ന് പഠിപ്പിച്ച അമ്മയെന്ന ഗുരുവിനെ അനുസരിക്കും പോലെ മകനെപ്പോലെ ഗായത്രിക്കരികിലിരുന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവളുടെ മനസ്സിലൊരു ഏട്ടന്റെ വാത്സല്യം അനുഭവിക്കും പോലെയായിരുന്നു. 18 തികഞ്ഞ അവളെ 26 വയസ്സായ അവൻ അമ്മയെപ്പോലെ കരുതുമ്പോൾ അവൾക്കവൻ കൂടെ പിറക്കാതെ പോയ ഏട്ടന്റെ സ്ഥാനത്തായിരുന്നു. ഭർത്താവിന്റെ മനസ്സിലോ അനിയനെ വശീകരിച്ച ഭാര്യയായിരുന്നു അന്നുമുതൽ അവൾ. അവനാകട്ടെ അവളുടെ ജാരനും. അന്ന് ഗായത്രിക്കുള്ള കഞ്ഞി കൊടുത്ത് റൂമിൽ നിന്നും ഇറങ്ങിവരുന്ന ഗിരിയെ കണ്ടതും ഉറഞ്ഞു തുള്ളിയ ഏട്ടന് മുന്നിൽ എതിർത്ത് നിൽക്കുമ്പോൾ അതിന്റെ ദേഷ്യം അകത്ത് വയ്യാതെ കിടക്കുന്ന ഗായത്രിയിലായിരുന്നു അയാൾ തീർത്തത്. എന്റെ താലിയും കഴുത്തിലിട്ട് അനിയന്റെ കൂടെ കിടക്കാനല്ലടി നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്നു പറഞ്ഞ് കിടക്കുന്ന കട്ടിലിൽ നിന്നും വലിച്ചു വാരി അടിക്കുമ്പോൾ തടയാൻ ചെന്ന ഗിരിയുടെ കുത്തിനു പിടിച്ചു അവൻ അലറുകയായിരുന്നു. ഏട്ടന്റെ ഭാര്യയുടെ ചൂട് പറ്റിക്കിടന്നാലേ നിനക്കപ്പോ ഉറക്കം വരത്തുള്ളൂ, അല്ലേട നായേ എന്നും പറഞ്ഞ്. ഗിരിക്കറിയാം അയാൾ അലറുന്നതിനു മുന്നിൽ പ്രതികരിക്കാൻ നിന്നാൽ അതിന്റെ ദുരനുഭവം ഗായത്രിയുടെ ഇളം ശരീരത്തിലായിരിക്കും ഇയാൾ തീർക്കുന്നത് എന്ന്. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ആ വീട്ടിൽ വേറെ ആരും എതിർക്കാനില്ല എന്നതും അയാളുടെ ബലമായിരുന്നു. ഇനി മുന്നിലുള്ള പോംവഴി ഗായത്രിക്ക് പേരുദോഷം കേൾപ്പിക്കാതെ ആ പടിയിറങ്ങുക എന്നത് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിൽ ഒരു ഭയവും കുറ്റബോധവും ഉണ്ടായിരുന്നു ഗായത്രി ആ വീട്ടിൽ അയാൾക്ക് മുന്നിൽ ഒറ്റയ്ക്കാക്കി പോകുന്നതിൽ. പക്ഷേ പോയില്ലെങ്കിൽ സാഹചര്യം അതിനേക്കാൾ വഷളാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അയാളെ ഒന്ന് രൂക്ഷമായി നോക്കി ഗിരി പതിയെ ആ പടിയിറങ്ങി. അതിനിടയിലായിരുന്നു ഗർഭിണിയാണ് ഗായത്രി എന്ന് തിരിച്ചറിഞ്ഞത്. മദ്യലഹരിയുടെ അബോധവേളയിലെ ക്രൂരമായ വീഴ്ചയുടെ ഏതോ ഒരു നിമിഷത്തിൽ സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം കൂടി അനിയന്റെ തലയിൽ കെട്ടിവച്ചാണിപ്പോൾ ക്രൂരമായ മർദ്ദനം.
താഴെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളെ നോക്കി പൊട്ടിച്ചിരിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, കണ്ടവന്റെ കുഞ്ഞങ്ങനെ എന്റെ പിതൃത്വത്തിൽ വളർത്തണ്ടാ നീ. അതീ മണ്ണിൽ വീഴാതെ ചത്തു തുലയട്ടെ എന്ന്. ഒരമ്മയ്ക്ക് സഹിക്കാവുന്നതിനപ്പുറമുള്ള ആ വാക്കിന്റെ വേദനയിൽ ഒരു നിമിഷം അവൾ ഞെരുങ്ങുമ്പോൾ അവൻ അവളുടെ മടിക്കുത്തിൽ പിടിച്ച് അലറുകയായിരുന്നു, നീയൻ ചത്തു തുലയടി എന്ന്. ഒരു നിമിഷം അവളിലെ അമ്മ പ്രതികരിക്കാനുള്ള ശേഷി കണ്ടെത്തുമെന്ന് കരുതാത്ത ആ ഒറ്റ നിമിഷം മതിയായിരുന്നു അവൾക്ക്. ബെഡിനടിയിൽ അയാളുടെ ക്രൂരതയിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോണം കരുതിവെച്ച കത്തി ആദ്യമായി അവൾ ഉപയോഗിച്ചപ്പോൾ പിടഞ്ഞു വീണത് ഗർജന നിലച്ച ഭർത്താവിന്റെ ശരീരമായിരുന്നു. അവളുടെ കാലിലൂടെ ഒലിച്ചിറങ്ങിയ ചോരയോടൊപ്പം അയാളുടെ ചോരയും കൂടി ആ മുറിയിൽ ഒഴുകിപ്പരക്കുമ്പോൾ അവൾ ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണാവുകയായിരുന്നു. എന്നും കുട്ടിത്തം മാത്രം കൈമുതലാക്കിയ പൊട്ടിപ്പെണ്ണിൽ നിന്നും ഒരമ്മയുടെ പ്രതികാരത്തിന്റെ പ്രതിരൂപം പോലെ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.